ഇത് പെൺപിള്ളേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റൂ? അല്ല, പെൺപിള്ളേരുമായിട്ട് മെയിൻ ആമ്പിള്ളേർ അമ്മമാർ തമ്മിലുള്ള സംഭവം. ആമ്പിളർ അമ്മമാരാണ് കൂടുതലും ഇത്. പക്ഷെ ഉണ്ട്, റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്നാലും ആമ്പിള്ളേർക്കാണെന്ന് തോന്നുന്നു കൂടുതലും. കാരണം ആമ്പിള്ളേരുമായിട്ട് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോ കുറച്ചുകൂടി ഇന്റൻസിറ്റി കൂടുതലാണ്. ആൺകുട്ടികളും അമ്മമാരും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും കുറച്ച് അതിന്റെ ഇടയ്ക്ക് കൂടെ അതൊന്ന് സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മള് പെൺപിള്ളേരുടെ കേസും കൂടെ പറഞ്ഞേക്കാം. പിള്ളേരെ കേസ് പക്ഷെ നമുക്കങ്ങനെ അറിയില്ലല്ലോ. നമ്മൾ കേട്ടുള്ള ഒരു അറിവാണല്ലോ നമുക്ക് കേട്ടറിവ് വെച്ച് സംസാരിക്കാം. കേട്ടറിവിനേക്കാൾ വലുതാണ് കണ്ടറിവുള്ള ബന്ധം. അതെ, പറ്റിയ സത്യം. മുരുകനില്ലേ? മുരുകൻ. അപ്പൊ അതാണ്. അപ്പൊ എന്താണ് നിന്റെ അമ്മയുടെ പേര് ഞാൻ ചോദിക്കുന്നില്ല, നമ്മള് പുറത്തേക്ക് വിടുന്നില്ല, നമ്മൾ പറയുന്നില്ല. അതെ, നിങ്ങൾ തമ്മിലൊരു ബോണ്ടെങ്ങനെയാണ്? എൻ്റെയർലി ഇപ്പൊ എന്റെ അമ്മയായിട്ടുള്ള ബോണ്ടും ഇവന്റെ അമ്മയായിട്ടുള്ള ഇവനുള്ള ബോണ്ടും എൻ്റെയർലി ഡിഫറെന്റ് ആണ്, ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ അതുപോലെ സിമിലാരിറ്റീസ് ഇല്ലാന്നല്ല, കുറച്ചുകൂടെ പക്ഷെ ഡിഫറെന്റ് ആണ്. എൻ്റെയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ നീ നിന്റെ ഒരു സെറ്റ് കാര്യങ്ങളൊക്കെ പറ. അതൊക്കെ പോട്ടെ, നീ ഒന്ന് പറഞ്ഞു. നീ ഇപ്പോഴും പാടുന്ന ചോദ്യം എനിക്ക് അന്ന് ഞാൻ പയ്യെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അപ്പോ ഞാൻ എന്റെ മമ്മീനെ കണ്ടു തുടങ്ങുന്ന കാലം മുതൽക്കേ ഞങ്ങൾ തമ്മിൽ അടിയാ. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുള്ള അടിയാണ്, നല്ല കിണറടിയാണ്. ഈ പറഞ്ഞ കണക്ക് കണ്ടു തുടങ്ങിയ കാലം തൊട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് തലയ്ക്കൊരു അറിവും ബോധവും സംസാരിക്കാനുള്ള കഴിവൊക്കെ നല്ല രീതിക്ക് നല്ലൊരു തർക്കുത്തരവും തറതലയും പറയാൻ ഉള്ളൊരു കഴിവ് കിട്ടിയ അന്ന് തൊട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണേ. ചെറുപ്പം തൊട്ടേ ഈ പറഞ്ഞ കണക്ക് എല്ലാ ആമ്പിള്ളേർക്കും അമ്മമാരുടെ അടുത്തായിരിക്കും കുറച്ചുകൂടെ കൂടുതൽ ഫ്രീഡം, അല്ലെങ്കിൽ അമ്മമാരുടെ അടുത്ത് എന്തും പറയാം എന്നുള്ളൊരു വെപ്പുണ്ട്. ചിലരുടെ അപ്പന്മാര് കില്ലാടികളാണ്. അതെ അതെ. എന്നാലും ഒരു 100ൽ 90 പേരും പറയുകയാണെങ്കിൽ അമ്മമാരുടെ അടുത്ത് കൂടുതലും എന്തും പറയാന്നുള്ള സെറ്റപ്പ് ആയിരിക്കും. അവരുടെ അടുത്ത് എന്തും പറഞ്ഞാലും അത് നമ്മുടെ വീടാണ്, നമ്മുടെ സ്വന്തം അമ്മയാണ്, അതുകൊണ്ട് നമ്മളെ ജഡ്ജ് ചെയ്യത്തില്ല. നമ്മുടെ സ്വന്തം അമ്മയായതുകൊണ്ട് നമ്മളെ ജഡ്ജ് ചെയ്യത്തില്ല. പറയാനുള്ളതല്ലെങ്കിൽ അല്ലെങ്കിൽ കേൾക്കാനുള്ളതിലും കൂടെ കേൾക്കുകയും ചെയ്യും, പറയാനുള്ള 100 അങ്ങോട്ട് പറയുകയും ചെയ്യും. ആ പരിപാടി ഇവിടെ കഴിയും. അടി ഉണ്ടാകുമ്പോൾ സിറ്റുവേഷൻ അടിയാവട്ടെ എന്തും ആവട്ടെ നമുക്ക് എന്തും പോയി പറയാലോ, നമുക്ക് എന്തും പറയാം. എന്നാൽ തെറി പറയാനൊന്നും പറ്റത്തില്ല. തെറി പറയുന്നവന്മാരെ നമ്മൾ എന്റർടൈൻ ചെയ്യിക്കുന്നതല്ല. അമ്മമാരെ തെറി വിളിക്കുന്നവരെ നമ്മൾ തീരെ എന്റർടൈൻ ചെയ്യിപ്പിക്കത്തില്ല. നമുക്ക് ആ പരിപാടിയില്ല, നമുക്കറിയാവുന്നവർക്ക് ആ പരിപാടിയില്ല. നമ്മൾ ഉദ്ദേശിച്ചത് ആ ഒരു ഫ്രീഡം, ആ ഒരു സംഭവം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു ബോണ്ടിനെ ഭയങ്കരമായിട്ടും അത് എൻഹാൻസ് ചെയ്യുന്നൊരു സംഭവമാണ്. തർക്കുത്തരം അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുമെങ്കിൽ നമ്മൾ അപ്പന്മാരെടുത്ത് ചിലപ്പോൾ അത്രയും റേജ് ആയിട്ട് വർത്താനം പറയില്ല. അതെ, അപ്പന്മാര് പൊട്ടിക്കും, എടുത്തെറിയും വിദ്യയിലേക്ക്. അപ്പന്മാര് അതെന്ന് പറഞ്ഞാൽ അവർക്കൊരു പവർ ഉണ്ട്. അവരാണ് വീട്ടിലെ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കർ അവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ ചെറുപ്പം തൊട്ടേ ഒരു ഇത് കൊടുക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ അമ്മമാരെപ്പോഴും വീട്ടിലുണ്ട്. ഹൗസ് വൈഫ്സ് ആയിട്ടുള്ള അമ്മമാരുടെ കാര്യമാണ് പറഞ്ഞത്. അമ്മമാരെപ്പോഴും വീട്ടിലുണ്ട്, രാവിലെ തൊട്ട് വൈകിട്ടൊരു വീട്ടിലുണ്ട്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ 24 മണിക്കൂർ നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ ആ ആളുടെ അടുത്ത് നമുക്ക് അത്ര വലിയ ഒരു റെസ്പെക്ട് ഉണ്ടാവില്ല. അത്ര ഒരു റെസ്പെക്ട് അല്ലെങ്കിൽ പേടി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. എന്തും ഫ്രീ ആയിട്ട് പറയാം, എന്തും കാണിക്കാം. ആ ഒരു സെറ്റപ്പാണ് നമുക്ക് അവരുടെ അടുത്ത് ഉണ്ടാവണേ. ഒരു 10 ദിവസം അമ്മ ഇവിടുന്ന് മാറി നമുക്ക് അവരെ മനസ്സിലാവും. തീർച്ചയായിട്ടും കുറച്ച് വളർന്നു വരുമ്പോ നമുക്ക് ആ ബോധം വരും. അതെ അതെ, അമ്മ ഇവിടുത്തെ എന്തൊക്കെ കാര്യങ്ങൾ വീട്ടിൽ എളുപ്പമാക്കുന്നു നമുക്ക് അപ്പൊ മനസ്സിലാവും. പക്ഷെ അല്ലാത്ത ഒരു സമയത്ത് നമ്മൾ അങ്ങനെ ആലോചിക്കില്ല. നമുക്ക് നമ്മുടെ അമ്മയാണെന്നറിയാം, പക്ഷെ അമ്മയെന്ന് ഇവിടെ ഉണ്ട്, ഞങ്ങളെല്ലാം അടി ഉണ്ടാക്കാറുണ്ട്, പരിപാടി കഴിഞ്ഞു. അത് പരിപാടി അവിടെ കഴിഞ്ഞു. പക്ഷെ ഈ പറഞ്ഞ കണക്ക് എല്ലാരും, അതായത് എല്ലാവർക്കും അറിയാം ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഇങ്ങനെയാണ് പറയേണ്ടത്. അമ്മമാര് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്, നമ്മൾ ബഹുമാനിക്കണം, അവരെ നമ്മൾ സ്നേഹിക്കണം. അവര് ഇത്രയൊക്കെ ചെയ്യുന്നതാണ്, ഇത്ര നമുക്ക് വേണ്ടി എന്തോരം കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നതാണ്. ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കും. അയ്യോ നാളെ തൊട്ട് അടി ഉണ്ടാക്കണം, നമുക്ക് തന്നെ വിഷമം വരും. എന്നിട്ട് ഇതെല്ലാം ആലോചിച്ചിട്ട് വിഷമം, നാളെ തൊട്ട് അടി ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ച് വേറൊരു വീട്ടിൽ നിന്ന് താമസിച്ച് 9 മാസം 10 മാസം നമ്മളെ ചുമന്ന് പെറ്റ് ഈ ചെറുതിലുള്ള പരിപാടിയും കാണിച്ചുകൊണ്ടാണ് അവിടെ പോയി ഇവിടെ പോയി തലയിടിച്ച് നമ്മളെ വളർത്തി ഇത്ര വലുതാക്കിയിട്ട് നമ്മളൊക്കെ കാണിക്കാവോ എന്ന് നമ്മൾ ചിന്തിക്കും. അത് അടി ഉണ്ടാക്കി നമ്മൾ ആലോചിക്കണേ. അതെ, നമ്മുടെ അമ്മയല്ലേ, നമ്മൾ എന്തിനാ ഇങ്ങനെ? അത് തന്നെ. നാളെ തൊട്ട് വഴക്കുണ്ടാക്കുമ്പോ മിണ്ടാണ്ടിരിക്കാം, ഒന്നും പറയണ്ട. അമ്മയ്ക്ക് പറയാനുള്ള അമ്മ പറയട്ടെ. പിറ്റേ ദിവസം എന്നെ സംഭവിക്കണേ. പക്ഷെ അമ്മ പറഞ്ഞു തുടങ്ങുന്ന നിമിഷമുണ്ട് കത്തിക്കുന്ന നമ്മള് വീട്ടത്ത് കത്തിക്കും. അതായത് അത്രയും നേരം എന്ത് ചിന്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. പിറ്റേ ദിവസം എന്തെങ്കിലും ചെറിയൊരു സാധനം എടുത്തിട്ട് കഴിഞ്ഞാല് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, താന്നു കൊടുക്കാൻ പറ്റത്തില്ല, അടിയോടടിയായിരിക്കും. പക്ഷെ അതാണ് ആ ഒരു ബോണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ട് നീ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും നമുക്ക് അമ്മമാരാണ് നമ്മൾ കൂടുതലും വിളിക്കുന്നത്. അപ്പന്മാര് അത്ര അങ്ങനെ വിളിക്കത്തില്ല. അമ്മമാര് നമ്മളെ എപ്പോഴും വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പന്മാർക്ക് ആ ഒരു ബോണ്ട് അങ്ങനെയാണ് എന്നൊക്കെയെന്ന് പറഞ്ഞാല്. പിന്നെ
അപ്പന്മാര് കുറച്ചുകൂടെ അവന്മാര് ഇത്ര പ്രായം കഴിഞ്ഞാണ് അവന്മാരുടെ കാര്യങ്ങൾ നോക്കിക്കോളും, അവന്മാര് സെറ്റ് ചെയ്തോളും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അമ്മമാര് ഇപ്പോഴും നമുക്ക് പിള്ളേരാ. അപ്പന്മാര് നമ്മൾ പിള്ളേര് തന്നെയാ, പക്ഷെ അമ്മമാർക്ക് നമ്മൾ തീരെ ചെറുതങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യത്തിൽ ആ ഒരു പേടിയും സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ഏതൊരു വിളിച്ചോണ്ടിരിക്കും. പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞ നമ്മൾ വഴക്കുണ്ടാക്കുന്നൊക്കെ പറഞ്ഞാലും ആ ഒരു അനക്കം വീട്ടിലുണ്ടാക്കണ പിള്ളേരാണ്. പിന്നെ അപ്പനും അമ്മയായിട്ട് ടിപ്പിക്കലി അപ്പന്മാര് രാവിലെ ജോലിക്ക് പോകും, ഇപ്പൊ ക്ഷീണിച്ചായിരിക്കും വരുന്നത്. പിന്നെ വൈകുന്നേരം ഇരിക്കുക, അവരൊന്ന് വർത്താനം പറയാ, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, ആ പരിപാടി ആയിരിക്കും. പക്ഷെ അമ്മമാര് രാവിലെ തൊട്ട് വീട്ടില് നമ്മളും കൂടി ഇല്ല എങ്കിൽ അയ്യോ ലോൺലി അവസ്ഥ. അത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് പിറ്റേ ദിവസം വീട്ടിലിരിക്കാന്ന് വിചാരിക്കും, ഇരിക്കൂല. അതാണ്, ഇതെല്ലാം നമുക്കറിയാം, എല്ലാ സംഭവങ്ങളും നമുക്കറിയാം. പക്ഷെ നമ്മളത് എന്തോ അത് അവരായതുകൊണ്ട് നമ്മൾ നമുക്ക് ചെയ്യത്തില്ല. ചെയ്യേണ്ട കാര്യം എന്നാലും ഈ പറഞ്ഞ പോലെ എല്ലാ വഴക്കും ഉണ്ടാക്കും, എല്ലാം കാണിക്കും, കുത്തി എല്ലാം പറയുകയും ചെയ്യും. എന്നിട്ട് അപ്പുറം പോയിരുന്നിട്ട് നമ്മൾ വിഷമിക്കും. എന്നിട്ട് ഒന്ന് അപ്പോളജൈസ് അടിക്കാൻ വേണ്ടി ചെല്ലും. ചെല്ലുന്ന സമയത്ത് നാളെ ഇങ്ങോട്ട് കത്തിക്കും, പിന്നെ 10 അങ്ങോട്ട് കത്തിക്കും, അങ്ങോട്ട് ചെല്ലും. അമ്മേ എന്നാടാ ഒരു ഫുൾ സ്ക്രിപ്റ്റ് തല വെച്ചോണ്ടായിരിക്കും നമ്മള് പോകുന്നത്. ഇങ്ങനെ പറയാം, ഇങ്ങനെ പറഞ്ഞിട്ട് ആ രീതിക്ക് അടുത്തൊക്കെ നിരുന്ന് കാമാക്കാന്ന് പറയുന്നത് ചെല്ലുമ്പോഴത്തേക്കും നിന്നെ എനിക്ക് കാണണ്ട, നീ കുറച്ച് മുന്നേ എന്നോട് പറഞ്ഞു. എന്റെ മുന്നേ രസമാണ്. ഈ പറഞ്ഞ മുമ്പ് പറഞ്ഞാലേ, വീട്ടിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുവാണെങ്കിലും വീട്ടിൽ നിന്ന് മാറി കഴിഞ്ഞാൽ സ്പോട്ടിൽ വിളി വന്നിട്ട് ഒരു ദിവസത്തെ ഗ്യാപ്പിൽ നമ്മൾ വീട്ടിൽ നിന്ന് മാറി എന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് കോൾ വന്നിട്ട് പക്ഷെ നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അടി ഉണ്ടാക്കാൻ ആളില്ല, അങ്ങനെ തന്നെ പറയും. അടി ഉണ്ടാക്കാൻ ആളില്ല എന്ന് പറയും. ഓണസ്റ്റ് ആയിട്ട് ഉത്തരം പറയും കേട്ടോ. പിന്നെ സത്യസന്ധമായിട്ട് ഉത്തരം പറയും, നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല, നീ അടി ഉണ്ടാക്കാൻ ആരുമില്ല, ചുമ്മാ ചൊറിയാൻ ആരുമില്ല എന്ന് പറയും. പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമാവും, നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ചെല്ലാനും നമുക്ക് തോന്നും. അപ്പൊ നമ്മൾ പെട്ടെന്ന് വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെന്നിട്ടോ പിന്നെ